ശങ്കുട്ടിദാസ്, സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ഈ പരാമർശം, ആ പരാമർശം ഒരു വിധിയല്ല, ഉത്തരവല്ല, പരാമർശമാണ്. പക്ഷെ അതിനോട് ഇന്ന് പ്രിയങ്ക ഗാന്ധി പ്രതികരിക്കുന്നുണ്ട്. രാജ്യസ്നേഹം നിർണ്ണയിക്കാൻ ജഡ്ജിമാർ ആരാണ് എന്ന ചോദ്യമാണ് തിരിച്ചു ചോദിക്കുന്നത്. അതൊരു സ്വാഭാവികമായ ചോദ്യമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. BJP അതിനെ എങ്ങനെ കാണുന്നു? സാധാരണഗതിയിൽ രാജ്യസ്നേഹികൾ, രാജ്യദ്രോഹികൾ ആര് എന്ന രൂപത്തിൽ BJP പ്രതികരിക്കാറുണ്ട്. കാരണം ചോദ്യങ്ങൾ ഉയർത്തുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചിട്ടുള്ള മറുപടികൾ പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ കോടതിയിൽ നിന്നും സമാനമായ പ്രതികരണം വരുന്നു. അതൊരു വിഷയം ചൂണ്ടിക്കാണിച്ച് നടത്തിയ പ്രസംഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി ചോദിക്കുന്നത്. നോക്കൂ, ഇവിടെ എന്തായാലും BJP അല്ല രാഹുൽ ഗാന്ധിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അത് ഈ രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയാണ്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള അത്യന്തം നിരുത്തരവാദിത്തപരവും ആക്ഷേപകരവുമായിട്ടുള്ള ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ഡിഫമേഷൻ കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യുന്നതിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടുള്ളൊരു വിധിയല്ല അവിടെ കോടതിയിൽ നിന്നുണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഡിഫമേഷൻ നടപടികൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തുകൊണ്ടാണ് ആ വിധി ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ വിധി പറയുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ചില ഉപദേശങ്ങൾ കൊടുക്കാൻ കോടതി നിർബന്ധിതമായി എന്ന് നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കാണുന്നുണ്ട്. ഈ ബെഞ്ച് രാഹുൽ ഗാന്ധിയോട് ഏതെങ്കിലും നിലയ്ക്ക് വിരോധമുള്ള, വേറെ ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതിത്വമുള്ള ഒരു ബെഞ്ചാണെന്ന് ആരോപിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം ഇതേ ബെഞ്ച് തന്നെയാണ് കൃത്യം 10 ദിവസങ്ങൾക്ക് മുൻപ് ജൂലൈ 25, 2025 സവർക്കറെ ട്രൈറ്റർ അല്ലെങ്കിൽ സവർക്കറെ രാജ്യദ്രോഹി എന്ന് വിളിച്ച കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ നടക്കുന്ന ഡിഫമേഷൻ കേസിൽ ഇതേ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെയും അഗസ്റ്റിൻ ജോർജ് മസീഹയുടെയും ബെഞ്ചാണ് അദ്ദേഹത്തിന് സ്റ്റേ കൊടുത്തിട്ടുള്ളത്. ഒരു മേലിൽ ഇങ്ങനെയുള്ള പ്രതികരണം നടത്തരുത്, ഉപദേശ രൂപേണ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് രാഷ്ട്രീയമായ പ്രതികരണമാണോ എന്ന് സംശയിക്കാവുന്ന പ്രതികരണം. പറഞ്ഞോളൂ. നോക്കൂ, കോടതി എന്തുകൊണ്ട് അങ്ങനെ പറയാൻ നിർബന്ധിതരാകുന്നു? ഇദ്ദേഹത്തിന് അനുകൂലമായി വിധി പറയുമ്പോൾ പോലും, ഇദ്ദേഹത്തിന് സ്റ്റേ കൊടുക്കുമ്പോൾ പോലും ഇങ്ങനെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ കോടതിക്ക് എന്തുകൊണ്ട് ചില അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കോടതിയുടെ നിസ്സഹായതയാണ് നമ്മൾ അവിടെ കാണുന്നത്. കാരണം ഒരു റിപ്പീറ്റഡ് ഒഫൻഡറായി ഒരേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോടതിക്ക് മുന്നിൽ നിരന്തരമായി വരുന്ന ഒരാളാണ്. ഇയാൾക്ക് ഏതെങ്കിലും നിലയിൽ ജാമ്യം നിഷേധിക്കാൻ ഈ കോടതിക്ക് സാധിക്കില്ല. അങ്ങനെ ജാമ്യം നിഷേധിച്ചാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സ്റ്റേ കൊടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? കോടതിക്കെതിരെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. സർക്കാരിനോട് ചേർന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടാൻ കോടതിയും കൂട്ടുനിന്നു എന്നുള്ള ആരോപണം ഉണ്ടാവും. ആദ്യം പറഞ്ഞ നിരുത്തരവാദപരമായ പ്രസ്താവന എന്നുള്ള ഒരു കാര്യം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? ഞാൻ വിശദീകരിക്കാം, പക്ഷെ എന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കണം. ഞാനൊരു 25 നിരുത്തരവാദിത്വപരമായിട്ടുള്ള പ്രസ്താവനകൾ ഞാൻ കണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആകെ 50 ഇടപെടലോടുകൂടി 5 മിനിറ്റേ നിങ്ങൾ തരുള്ളൂ. അല്ല ഞാനത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യമല്ലേ. ഞാൻ എന്റെ രീതിയിൽ ഗാൽവാനിൽ നിരുത്തരവാദപരമായ പ്രസ്താവന അദ്ദേഹം നടത്തിയോ എന്നതാണല്ലോ ചോദ്യം. അതാണല്ലോ കോടതിയും പറഞ്ഞത്. നമുക്കതിലൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, തർക്കമല്ല. ആ ചോദ്യത്തിന് ശരി, ആ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നതിനിടയ്ക്ക് നിങ്ങൾ ഇടപെടാതിരിക്കുമോ? ആ ഒരു സൗകര്യം എനിക്ക് ചെയ്തു തരുമോ? ഉറപ്പായിട്ടും. ശരി, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് 2022 ഭാരത് ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ്. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ചൈന ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്, ചൈന പിടിച്ചെടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, അവിടെ പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ഇന്ത്യൻ ജവാന്മാർ ചൈനീസ് പട്ടാളത്തിൻ്റെ അടിയും തൊഴിൽ കൊണ്ടുകൊണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. പൂർ ഇന്ത്യൻ ജവാൻസ് ആർ റിസീവിംഗ് ബീറ്റിംഗ് ആൻഡ് ത്രാഷിംഗ് ഫ്രം ചൈനീസ് സോൾജേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പരാമർശം ഇന്ത്യൻ സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്നതും ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഡിഫമേഷൻ കേസ് ഒരു മുൻ സൈനികൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ എന്താണ്? ഇദ്ദേഹം പറഞ്ഞതിൽ ഡിഫൻസ് ഓഫ് ട്രൂത്ത് ഉണ്ടോ? അതായത് ഇദ്ദേഹം പറഞ്ഞത് ഒരു സത്യസന്ധമായിട്ടുള്ള പരാമർശമാണോ? ഇന്ത്യയുടെ 2000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം ചൈന ഒക്യുപ്പൈ ചെയ്തു എന്ന് ഒരു ഔദ്യോഗിക രേഖയും പറയുന്നില്ല. ഇന്റർനാഷണൽ ഏജൻസികൾ പോലും അങ്ങനെ ഒരു കാര്യത്തെ സർട്ടിഫൈ ചെയ്യുന്നില്ല. ഈ ചോദ്യം പാർലമെന്റിൽ ഔദ്യോഗികമായി ചോദിക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2025 ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ഈ ചോദ്യത്തിന് പാർലമെന്റിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരം ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂപ്രദേശമാണ് ചൈന ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്യുന്നത്. ഈ 38,000 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം നഷ്ടപ്പെട്ടത് 1962 സിനോ ഇന്ത്യൻ വാറിന്റെ സമയത്താണ്. അതായത് 1962 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നടന്നിട്ടുള്ള ഇന്തോ ചൈന യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള 38,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇപ്പോഴും
ഇപ്പോഴും ചൈനയുടെ പക്കൽ തന്നെയാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന് പുറമെ നമുക്ക് ഭൂമി ചൈനയ്ക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്. 78,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യക്ക് പാകിസ്ഥാന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടത് 1947 അന്നും ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ആ ഭൂമിയാണ് ഇപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്നുള്ള പേരിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. മൊത്തം ജമ്മു ആൻഡ് കശ്മീരിന് 45% പ്രദേശം ആ കാലത്താണ് പാകിസ്ഥാൻ കൊണ്ടുപോയത്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പിന്നീട് ഇന്ത്യക്ക് ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ട്. 127 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്താണ് നഷ്ടപ്പെട്ടത്? 1971 നഷ്ടപ്പെട്ടത്. 1971 ഇന്തോ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്ന 15,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി ഇന്ത്യ പിടിച്ചെടുത്തു. 93,000 പാകിസ്ഥാൻ പട്ടാളക്കാർ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് ഇന്ത്യക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യത്തിന്റെ സൈന്യം സറണ്ടർ ട്രീറ്റി ഒപ്പിട്ട് സറണ്ടർ പരേഡ് നടത്തി ആയുധം താഴെ വെച്ച് കീഴടക്കുന്ന ഒരു സന്ദർഭം അവിടെ ഉണ്ടായി. ഈ 93,000 സൈനികർ നമ്മുടെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിരുന്നു. അതേ സമയത്ത് പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യയുടെ 54 സൈനികർ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിരുന്നു. ഇന്ത്യയുടെ ചമ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശം 127 സ്ക്വയർ കിലോമീറ്റർ ഭൂമി വരുന്ന പ്രദേശം പാകിസ്ഥാൻ ആ സമയത്ത് പിടിച്ചെടുത്തിരുന്നു. യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഷിംല കരാർ ഒപ്പിട്ടു. ഇന്ത്യ വലിയ അഡ്വാൻറ്റേജിൽ നിൽക്കുന്ന സമയമായിരുന്നു. നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ച് മേടിച്ചെടുക്കാൻ പറ്റുന്ന സമയമായിരുന്നു. പക്ഷെ വളരെ വിശാല മനസ്കൃതിയോടുകൂടി ഇന്ദിരാഗാന്ധി ഷിംല കരാർ ഒപ്പിട്ടപ്പോൾ 93,000 പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുത്തു. ഈ 15,000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നമ്മൾ വിട്ടുകൊടുത്തു. ശരി, പക്ഷെ പാകിസ്ഥാന്റെ കയ്യിലുണ്ടായിരുന്ന 54 ഇന്ത്യൻ പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു? അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും അറിയില്ല. പാകിസ്ഥാന്റെ തടവറയിൽ അവർ നരകിച്ച് മരിച്ചു. പാകിസ്ഥാൻ പിടിച്ചിട്ടുള്ള 127 സ്ക്വയർ കിലോമീറ്റർ ചമ്പ് പ്രദേശത്തിന് എന്ത് സംഭവിച്ചു? അത് ഇപ്പോഴും പാകിസ്ഥാന്റെ ഇല്ലീഗൽ ഒക്യുപ്പേഷനിൽ തുടരുന്നു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ഇന്ത്യ ചൈന വന്നാലോ? ശങ്കുട്ടിദാസ്, താങ്കൾ പറഞ്ഞ നിരുത്തരവാദപരമായ പരാമർശം എന്നതിൽ ഞാൻ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. പ്ലീസ് ശങ്കുട്ടിദാസ്, ഞാൻ ചോദിക്കട്ടെ. 2020 ജൂൺ 15 ഗാൽവാനിൽ 20 ധീര സൈനികർ കൊല്ലപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമാണല്ലോ. 20 ധീര സൈനികർ കൊല്ലപ്പെട്ടു ഗാൽവാനിൽ 2020 ജൂൺ 15. സൈനികർ കൊല്ലപ്പെട്ട 4 ദിവസത്തിനു ശേഷം ഒരു മിനിറ്റ് പറയട്ടെ ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ശങ്കുട്ടിദാസ്, സൈനികർ 20 പേർ കൊല്ലപ്പെട്ടു. അതിനുശേഷം കൊല്ലപ്പെട്ടതിന്റെ 4 ദിവസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് മോദി ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയതെന്ന ചോദ്യമുണ്ട്. കാരണം അവരിങ്ങോട്ട് കയറിയിട്ടില്ല, അവർക്കൊരു ഭൂമി എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഹിന്ദിയിൽ അദ്ദേഹം പറയുന്നു. അന്നത്തെ സൈനിക മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞത് 2020 ഏപ്രിലിന് മുൻപത്തെ അതിർത്തി സ്ഥിതിയിലേക്ക് പോകണം എന്നാണ്. പിന്നീടുണ്ടായ കരാർ, അതായത് 2024 ഒക്ടോബർ 21 കരാർ അത്തരമൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ദെപ്സാങ്, ദെംചോക്, ചുമാർ എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യക്ക് പെട്രോളിംഗ് നടത്തണമെങ്കിൽ ചൈനയുടെ അനുമതി വേണമോ? നേരത്തെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ചൈനയുടെ അനുമതി വേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഗാൽവാൻ, ഹോട്ട് സ്പ്രിംഗ്, പാങ്കോങ് എന്നിവിടങ്ങളിൽ പെട്രോളിംഗ് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ? ചോദ്യങ്ങളാണ്. പെട്രോളിംഗ് നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ വരുന്നു. 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ലഡാക്കിന്റെ 1000 ചതുരശ്ര കിലോമീറ്റർ അതിർത്തി കൈയടക്കി എന്നതാണ്. ഇന്ത്യക്ക് കിഴക്കൻ ലഡാക്കിലെ 56 പെട്രോളിംഗ് പോയിന്റിൽ 26 എണ്ണത്തിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്ന് ലേയിലെ പോലീസ് ഓഫീസർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി ഇവിടെ കൂടിയിരിക്കുന്നു. വിവിധ മേഖലകളിൽ ഇറക്കുമതി കൂടിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അങ്ങ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ കൂടെ നിന്നുള്ള ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരിക്കുന്നു ഇന്ത്യക്ക്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൂടെ? ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ആ ചോദ്യം എത്തിയിരുന്നില്ല. അന്ന് ഗാങ്വാനുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് 2022 താങ്കൾ പറഞ്ഞു പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്, പാർലമെന്റിൽ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന്. ഈ ജഡ്ജി എന്താണ് പറഞ്ഞത്? ഇത് പാർലമെന്റിലല്ലേ ചോദിക്കേണ്ടത്, പുറത്ത് സമൂഹ മാധ്യമത്തിലാണോ ഇടേണ്ടത്? അപ്പോൾ എന്ത് പരിശോധിച്ചിട്ടാണ് ഈ ജഡ്ജി ഇങ്ങനെ പറയുന്നത്? സമൂഹ മാധ്യമത്തിലാണോ ഉന്നയിച്ചത്? അല്ലല്ലോ. ഇത് രാഷ്ട്രീയ പ്രസംഗം. അദ്ദേഹം രാജ്യത്തിന്റെ ഒരറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്ക് നടത്തിയ യാത്ര നമ്മൾ മുഴുവൻ ചർച്ച ചെയ്താണല്ലോ. നിങ്ങൾ പരിഹസിച്ച യാത്രയാണ്, ജനങ്ങൾ അദ്ദേഹത്തോട് സമ്മതിച്ച യാത്രയാണ്. അങ്ങനെ സമ്മതിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച 2 പ്രസംഗങ്ങളാണ്, രാജസ്ഥാൻ പ്രസംഗവും ജമ്മു കശ്മീരിലെ പ്രസംഗവും. അവിടെയാണ് പറഞ്ഞത്, ഇനി നിങ്ങളുടെ തർക്കം ഏതാണ്? ഈ 2000 ചതുരശ്ര കിലോമീറ്റർ തെറ്റിപ്പോയി എന്നതാണോ? എത്ര കിലോമീറ്റർ എന്നതാണോ തർക്കം? അതിർത്തിയിലേക്ക് അവർ വന്നിട്ടില്ലേ? ഇവിടെ പെട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം വന്നിട്ടില്ലേ? ഈ ചോദ്യങ്ങൾ ആര് ചോദിക്കും പ്രതിപക്ഷമല്ലാതെ? കഴിഞ്ഞു സ്മൃതി. ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഞാൻ ആകെ നടത്തിയിട്ടുള്ള വിശദീകരണത്തെക്കാൾ ദീർഘമായിരുന്നു സ്മൃതിയുടെ ചോദ്യം. അതായത് എനിക്ക് ഉത്തരം പറയാൻ അനുവദിക്കപ്പെട്ടതിനേക്കാൾ സമയം അങ്ങ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ച ക്ഷമ ഇനി ഞാൻ മറുപടി പറയുമ്പോൾ അങ്ങും കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
ഒരു കാര്യം, ഈ പറയുന്ന എന്താണ് 2020 ഇന്തോ ചൈന സ്റ്റാൻഡ് ഓഫ് എന്ന് പറയുന്ന ഡോക്ലാൻഡ് സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നത് ചൈനയുടെ ക്ലെയിമാണ്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഇന്ത്യയുടെ 20 ജവാന്മാർ മരിച്ചു എന്നത് ഔദ്യോഗികമായി ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, ചൈനീസ് ഭാഗത്തെ കാഷ്വാലിറ്റീനെ പറ്റിയിട്ടും ഇന്ത്യക്ക് ക്ലെയിമുകളുണ്ട്, അത് ചൈന അംഗീകരിച്ചിട്ടില്ല. ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ 1962 ശേഷം എന്താണ് നോൺ കോമ്പാറ്റ് അഗ്രിമെൻ്റ് ഉള്ള സ്ഥലമാണത്. അതായത് ആയുധങ്ങൾ എടുത്ത് പോരാടാൻ 2 സൈനികർക്കും വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആയുധം എടുത്തിട്ടുള്ള പോരാട്ടമല്ല അവിടെ നടത്തുള്ള ഫിസ്റ്റ് ഫൈറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഇന്ത്യൻ ജവാന്മാർ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് ചൈനീസ് ജവാന്മാരെ നിലംപരിശാക്കിയെന്നും ധാരാളം കാഷ്വാലിറ്റി അവരുടെ ഭാഗത്താണ് സംഭവിച്ചതെന്നും നമ്മുടെ ഭാഗത്തും കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ പൊസിഷൻ. അവിടെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ത്, ഇന്ത്യൻ പട്ടാളക്കാർ, പാവങ്ങളായിട്ടുള്ള ഇന്ത്യൻ പട്ടാളക്കാർ ചൈനീസ് പട്ടാളത്തിൻ്റെ ഇത് ബീറ്റിങ്ങും ത്രാഷിങ്ങും അടിയും തൊഴിയും കൊണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതായത് ഇന്ത്യ എടുക്കുന്ന ഒരു ഒഫീഷ്യൽ പൊസിഷൻ, ഒരു അന്താരാഷ്ട്ര ഫോറത്തിന് മുന്നിൽ ഇന്തോ ചൈന പ്രശ്നത്തിൽ ഇന്ത്യ എടുക്കുന്ന ഒരു ഒഫീഷ്യൽ പൊസിഷന് വിരുദ്ധമായി ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അതിനെപ്പറ്റി എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത് പാർലമെന്റിൽ ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ചു. രാഹുൽ ഗാന്ധി ഈ പരാമർശം നടത്തുന്നതല്ലാതെ ഒരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചോദിച്ചിട്ടില്ല, ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. രാജ്നാഥ് സിംഗ് അതിന് ഉത്തരം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജ്നാഥ് സിംഗ് അതിന് ഉത്തരം പറഞ്ഞത് BJP അംഗം സ്റ്റാറിന്റെ ചോദ്യം വേണ്ടത് ചോദിച്ചുകൊണ്ടാണ്. ഈ കാര്യം ഇങ്ങനെ സമൂഹത്തിൽ ധാരാളം കൺഫ്യൂഷൻസ് സൃഷ്ടിച്ചിട്ട് ഇങ്ങനെ അപവാദ പ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും കാരണമാകുന്ന സാഹചര്യത്തിൽ ഈ കാര്യം സർക്കാർ തന്നെ വിശദീകരിക്കണമെന്ന് പറഞ്ഞ് BJPയുടെ ഒരു MP സ്റ്റാറിന്റെ ചോദ്യം ചോദിച്ചപ്പോഴാണ് രാജ്നാഥ് സിംഗിന് ഈ കാര്യം പാർലമെന്റിൽ വിശദീകരിക്കാനുള്ള അവസരം വന്നത്. രാഹുൽ ഗാന്ധി ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സ്റ്റാർഡായിട്ടോ അൺസ്റ്റാർഡായിട്ടോ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. ഇനി കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തിയെന്ന് ഇപ്പോൾ ചോദിച്ചു. അതിന് ഞാനൊരു പശ്ചാത്തലം പറഞ്ഞു. അതായത് ഈ വർഷം രാഹുൽ ഗാന്ധിക്കെതിരെ സുപ്രീം കോടതി കേൾക്കുന്ന 3ാമത്തെ ഡിഫമേഷൻ കേസാണിത്. 10 ദിവസം മുമ്പാണ് സവർക്കർക്കെതിരെയുള്ള ഡിഫമേഷൻ കേസിൽ സ്റ്റേ കൊടുത്തത്. ജനുവരി മാസത്തിലാണ് എന്താണ് അമിത്ഷാ മർഡർ കേസ് പ്രതിയാണ് എന്ന്, അമിത്ഷായ്ക്കെതിരെ ഒരു മർഡർ കേസ് പോലും പെൻഡിങ് ഇല്ല, ഒരു FIR പോലും ഇല്ല. അങ്ങനെയുള്ള അമിത്ഷാ മർഡർ കേസ് പ്രതിയാണെന്ന് പറഞ്ഞതിനെതിരെയുള്ള ഡിഫമേഷൻ കേസ് കോടതി സ്റ്റേ ചെയ്ത് കൊടുത്ത്. കോടതി നിരന്തരമായി സ്റ്റേ ചെയ്ത് കൊടുക്കുകയാണ്. നിരുത്തരവാദിത്തപരമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നത് തുടരുകയുമാണ്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ് അദ്ദേഹം പറഞ്ഞത് എന്താണ്, കർഷക സമരത്തിനിടയിൽ അരുൺ ജെയ്റ്റ്ലി തന്നോട് സമരത്തിൽ നിന്ന് പിന്മാറാൻ തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ്. നിങ്ങൾ ഓർക്കണം, 2019 ഓഗസ്റ്റിൽ മരിച്ചിട്ടുള്ള ആളാണ് അരുൺ ജെയ്റ്റ്ലി. 2020 സെപ്റ്റംബർ മാസത്തിൽ പാസ്സാക്കിയിട്ടുള്ള കർഷക നിയമങ്ങൾക്കെതിരെയാണ് കർഷക പ്രക്ഷോഭം ഉണ്ടായത്. ഒരു കൊല്ലം മുമ്പ് മരിച്ചു പോയിട്ടുള്ള അരുൺ ജെയ്റ്റ്ലി തന്നെ വന്ന് ഭീഷണിപ്പെടുത്തി എന്നുള്ള അസത്യമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മകന് തന്നെ വന്നത് തിരുത്തേണ്ടി വന്നു. മനോഹർ പാരിക്കർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുൻ പ്രതിരോധത്തിനായിട്ട് അദ്ദേഹത്തെ പോയി സന്ദർശിച്ചതിന് ശേഷം പുറത്തു വന്നിട്ട് പറഞ്ഞു, റഫേൽ ഡീലിനെ പറ്റി തനിക്കൊന്നും അറിയില്ലെന്ന് മനോഹർ പാരിക്കർ എന്നോട് പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞു. അവസാനം ആശുപത്രി കിടക്കയിൽ നിന്ന് മനോഹർ പാരിക്കർക്ക് കത്തയക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് വയ്യാത്ത അവസ്ഥയിൽ പാർലമെന്റിൽ വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ടി വന്നു, ഇങ്ങനെ ഒരു പരാമർശം ഞാൻ നടത്തിയിട്ടില്ല എന്ന്. ബോധപൂർവ്വം അസത്യ പ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും നിരുത്തരവാദിത്തമായിട്ടുള്ള പരാമർശങ്ങളും നടത്തുന്നത് തുടരുകയാണ്. അപ്പോൾ ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലുള്ള രേഖ? 2000 സ്ക്വയർ കിലോമീറ്റർ ഭൂമി നഷ്ടപ്പെട്ടു എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമോ ആധികാരികവുമായിട്ടുള്ള രേഖകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വി പറയുന്ന ഉത്തരം, നിങ്ങൾ ആ കോടതിയിലെ പ്രൊസീഡിങ്സ് നോക്കണം. അദ്ദേഹം പറയുന്ന ഉത്തരം, അദ്ദേഹം ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങൾ ചോദിക്കേണ്ടേ, അദ്ദേഹം ചോദിച്ചില്ലെങ്കിൽ ഇത് ആര് ചോദിക്കും? അപ്പോഴാണ് കോടതി പറയുന്നത്, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്? എന്തിനധികം പോകുന്നു? ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ചോദിച്ച ചോദ്യങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക്, അതെ, ഈ ചോദ്യം ചോദിച്ചോ എന്ന് ചോദിച്ചാൽ എപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടിയിട്ടുണ്ട്? ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ചർച്ച നടന്നല്ലോ, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ശങ്കുട്ടി ദാസ്? നമുക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളതിൽ ചോദ്യം പാടില്ല എന്ന് എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? നമുക്ക് നഷ്ടം സംഭവിച്ചോ എന്ന് അറിയണ്ടേ? എന്താണ് ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറയാൻ മടിക്കുന്നത് എന്ന ചോദ്യം ചോദിക്കണ്ടേ? ഇല്ല, മറുപടിയില്ല. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ആർക്കാ മറുപടി ഇല്ലാത്ത? സർക്കാരിന് മറുപടിയില്ല. നിങ്ങൾക്ക് മറുപടി നിങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി ടെലിവിഷൻ അഡ്രസ്സിലൂടെ രാജ്യത്തിന് മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഇതിലൊരു മൂന്നാമനും ഇടപെട്ടിട്ടില്ല. ബീഹാറിൽ പോയി പൊതുപ്രസംഗം നടത്തുകയല്ല ശങ്കുട്ടി ദാസ് വേണ്ടത്. അല്ല, ഇതിൽ ഉത്തരവാദപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം. ഒരു പ്രസംഗ രൂപേണ അവതരിപ്പിക്കലല്ലോ വേണ്ടത്.
നിൽക്കൂ, ഞാൻ പറയട്ടെ. ഇന്ത്യയുടെ മിലിറ്ററി ബ്രീഫിംഗിൽ ഇന്ത്യയുടെ സൈനിക വക്താക്കളായിട്ടുള്ള ആളുകൾ ഈ കാര്യത്തിൽ എങ്ങനെയാണ് നടപടിക്രമം നടന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം വിദേശകാര്യ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതിൽ അമേരിക്കൻ ഇന്റർഫറൻസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വിദേശകാര്യമന്ത്രി ജയശങ്കർ മാധ്യമങ്ങളെ കണ്ടിട്ട് ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പാർലമെന്റിൽ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ എന്താണ് കിരൺ റിജിജു എന്ന് പറയുന്ന ഈ നഷ്ടം സംബന്ധിച്ച് ഇന്ത്യക്ക് എത്ര നഷ്ടം സംഭവിച്ചു എന്ന് മാധ്യമങ്ങൾ നിരന്തരമായി ചോദിക്കുന്നുണ്ട്. അതിൽ ചില പ്രതികരണങ്ങൾ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്റിൽ ഇതിൽ വിശദീകരണം ചോദിക്കുന്നത്. നമ്മുടെ ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം പറയുന്നില്ല. ഡൊണാൾഡ് ട്രംപ് ഇതിൽ തീരുമാനമെടുത്തോ, വെടിനിർത്തലിന് തീരുമാനമെടുത്തോ എന്ന് ചോദിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറയാൻ ഭയപ്പെടുന്നു. അതല്ലേ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം? എന്നിട്ട് ഇപ്പോൾ എന്താണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഈ വിധേയത്വത്തിന് നമുക്കിപ്പോൾ എന്താണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുകയാണല്ലോ ശങ്കുട്ടിദാസ്. അല്ല, ആ ചോദ്യത്തിൽ നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കൂടെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതായത് അമേരിക്ക ഇന്ത്യക്കെതിരെ താരിഫ് ബാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്തിൽ ഇന്ത്യ അതിനോട് വളരെ ധൈര്യപൂർവ്വം പ്രതികരിക്കുന്നതിലുള്ള അസന്തുഷ്ടിയും അസ്വസ്ഥതയും കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് പറയാണ് ഇന്ത്യൻ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണെന്ന്. ബാക്കി എല്ലാ രാഷ്ട്രീയ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന ഹീനമായിട്ടുള്ള ആക്രമണത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുകയും അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വിശ്വപ്രസിദ്ധമായിട്ടുള്ള സത്യമല്ലേ, ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ല. ഇന്ത്യൻ എക്കോണമി എന്നേ ചത്ത എക്കോണമിയാണെന്നാണ് പറഞ്ഞത്. കോൺഗ്രസിലെ തന്നെ ശശി തരൂരും അതേപോലെ തന്നെ രാജീവ് ശുക്ലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്നു. ഇന്ത്യൻ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നതിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി നിരന്തരം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ശങ്കുട്ടിദാസ്. അത് ട്രംപ് പറഞ്ഞു കൊടുത്തിട്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമ്മൾ രണ്ടുപേരുമുള്ള ചർച്ചയായത് നിൽക്കേണ്ടതില്ല. അഭിപ്രായങ്ങൾ നമുക്ക് വേറെയും കേൾക്കാം. അങ്ങേക്ക് ഇനിയും മറുപടി പറയാം ശങ്കുട്ടിദാസ്. ഏതായാലും സമയം കിട്ടിയിട്ടില്ല എന്ന് ഇനി പറയില്ലല്ലോ. സമയം കിട്ടിയിട്ടില്ല എന്ന് ഇനി പറയില്ല. ബാക്കിയുള്ളവരിലേക്ക് പോയ ശേഷം എനിക്കും ധാരാളം സമയം കിട്ടി. വലിയ ചോദ്യങ്ങളായിരുന്നു. കുഴപ്പമില്ല, അത് സാരമില്ല. ഇടയ്ക്ക് അങ്ങ് പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ട് ഞാൻ വീണ്ടും ചൈനയിലേക്ക് എത്തിച്ചതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.